ഗൾഫ് ന്യൂസ് തുടരുന്നു. പുതിയ അധ്യയന വർഷത്തിൽ സൗദിയിലെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പഠനം ആരംഭിച്ചത്. മലയാളികൾ ഉൾപ്പെടെ നിരവധി കുട്ടികൾ ഇന്ത്യൻ സ്കൂളുകളിൽ അഡ്മിഷൻ നേടി. പുതിയ സ്ഥലവും പുതിയ മുഖങ്ങളുമെല്ലാം കണ്ടപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടുപോയിട്ടുണ്ടായിരുന്ന ആവേശമെല്ലാം ചോർന്നുപോയി. അമ്മയ്ക്ക് നൽകിയ വാക്കുലംഘിച്ച് ചിലർ പിണങ്ങിയും കരഞ്ഞുമാണ് ക്ലാസ് മുറികളിലെത്തിയതെങ്കിൽ ഇതൊന്നും ഒരു പുതുമയല്ല എന്ന ഭാവമായിരുന്നു മറ്റു ചിലർക്ക്. എങ്കിലും മധുരം നൽകിയും പാട്ടുപാടിയും കളിച്ചും അധ്യാപകരും ആയമാരും ആദ്യ ദിവസം സജീവമാക്കി. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് സൗദിയിലെ ഇന്ത്യൻ സ്കൂളുകളിലെ KG ക്ലാസുകളിൽ കഴിഞ്ഞ ദിവസം പഠനം ആരംഭിച്ചത്. ജിദ്ദയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിൽ മാത്രം 600-ലധികം കുട്ടികൾക്ക് പുതുതായി അഡ്മിഷൻ നൽകി. This year we have given around 650 new admissions to LKG. As usual, we had special arrangements for the first day to receive the students. സൗദിയിൽ വിദേശ തൊഴിലാളികളുടെ ഫാമിലികൾക്ക് പുതിയ ലെവി പ്രാബല്യത്തിൽ വരുന്ന സാഹചര്യത്തിൽ സ്കൂളുകളിൽ പുതിയ അഡ്മിഷൻ കുറയുമെന്നും TC അപേക്ഷകരുടെ എണ്ണം കൂടുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിന്റെ കാര്യത്തിൽ പുതിയ അഡ്മിഷനു വേണ്ടിയുള്ള അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞിട്ടില്ല. Even the local rules have not affected much and parents' demand for admissions is still there. കുട്ടികളുടെ എണ്ണത്തെക്കുറിച്ചും ക്ലാസ് മുറികളിലെ സൗകര്യത്തെക്കുറിച്ചും സൗദി വിദ്യാഭ്യാസ മന്ത്രാലയം നിയമം കർക്കശമാക്കിയ സാഹചര്യത്തിൽ പുതിയ കുട്ടികൾക്ക് അഡ്മിഷൻ നൽകുന്നതിന് സ്കൂളുകൾ കൂടുതൽ നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ജലീൽ കണമംഗലം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.